ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ കഴിയാത്തതുകൊണ്ടുള്ള കുറച്ച് കുറവുകളുണ്ട്. അത് കഴിഞ്ഞാലേ നമുക്കത് ഞാനാണ് മാം. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചുവടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. തോട്ടാരാ പറയുന്നത്? Good morning to all. Thoughts of the day, presented by Esther. Keep your face to the sunshine, and you cannot see a shadow. In every day, there are 1440 minutes. That means we have 1440 daily opportunity to make a positive impact. The only time you fail in when you fall down and stay down. So, every day is another chance to change your life. Thank you. സൈനിങ് ഉണ്ടോ? ട്രെയിനിങ് ചെയ്യാറുണ്ടോ? യെസ് മാം, ഞാൻ ചെയ്യാം. Confidence and hard work is the best medicine to kill the diseases called failure. It will make you a successful person. Sign in by Ranjini. Thank you, ma'am. Thank you. ഒരു മിനിറ്റ്. കാണാമോ? കാണാമോ? കാണാം. യെസ് മാം. കാണാം മാം. എന്തെങ്കിലും വിശേഷം? സുഖമാണോ എല്ലാവർക്കും? സുഖാണോ? സുഖം തന്നെ മാം.
ഷാനി ഉണ്ടോ? മിസ് സ്റ്റക്ക് ആവുന്നുണ്ട് മിസ് ഇടക്കിടക്ക്. ആവുന്നുണ്ടോ? ഓക്കെ, എന്തെങ്കിലും റേഞ്ച് പ്രോബ്ലം ആയിരിക്കും. ഞാൻ സുഖമല്ലേ മാം? ഏ മിസ്സിന് സുഖമല്ലേ? ആ സുഖം ദീപിക. ഞാൻ കൺവോക്കേഷൻ സെറിമണിയുടെ കാര്യം പറഞ്ഞിരുന്നോ നിങ്ങളോട്? ഇല്ല മാം. നിങ്ങൾ കണ്ടായിരുന്നില്ലേ? വാട്സപ്പിൽ കണ്ടിരുന്നില്ലേ? ഗ്രൂപ്പില് സ്റ്റാറ്റസ് കണ്ടായിരുന്നു. ചെയ്യിച്ചിട്ടുണ്ട്. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാച്ചിന്റെയാണ്. അപ്പൊ അതുപോലെ തന്നെ മോണ്ടിസോറിക്ക് അത് ഉണ്ടാവും ആ സെറിമണി. അപ്പൊ നിങ്ങൾ വരില്ലേ? ഞങ്ങൾക്ക് തന്നെ ആഗ്രഹം വരാനാണ് ആഗ്രഹം, കാണാനാണ് ഞങ്ങൾക്കും ആഗ്രഹം. ഈ എന്താ ഓൺലൈനിൽ കൂടെയുള്ള ബന്ധം മാത്രമല്ല, അപ്പൊ നേരിട്ടൊന്ന് കാണണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ മാക്സിമം നമ്മളുടെ ക്ലാസ് ഏകദേശം കഴിയാറായി അല്ലെ? മാർച്ച് ലാസ്റ്റോടുകൂടി കിട്ടിയാലും കഴിയും. ഉടനെ തന്നെ ഉണ്ടാവും. അപ്പൊ വരാൻ നോക്കുക, പറ്റുന്ന പോലെ കേട്ടോ. എന്നാൽ നല്ലൊരു അനുഭവം ആയിരിക്കും അത്. അവരെ അഭിമാനമുള്ള നിമിഷമല്ലേ? അതെ മാം, വരാൻ ആഗ്രഹമുണ്ട്. ദീപിക എത്തില്ലേ? എത്തണം വിചാരിക്കുന്നു മാം. നന്നായിട്ട് അങ്ങ് ആഗ്രഹിക്കാൻ വന്നെത്താൻ സാധിക്കും. പുറത്തുള്ളവരുണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിൽ, അബ്രോഡായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും? അബ്രോഡ് ആയിരിക്കാം. നാട്ടിലേക്ക് ഇല്ലാത്ത ആരൊക്കെയാണ്? ചിലരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ട്രെയിനിങ്ങിന്റെ സമയം വന്നപ്പോ പറയണ കേട്ടായിരുന്നു, ഇവിടെ അല്ല അബ്രോഡ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും പറ്റുന്നവര്, നാട്ടിലുള്ളവര് മസ്കറ്റിലാണോ? അതിനൊന്നും കുഴപ്പമില്ലടോ, നമുക്ക് നോക്കാം എന്താകുന്നു. മാക്സിമം വരാൻ പറ്റുന്നവര് വരാം. അതിനു മുന്നേ വരേണ്ടി വരും. എന്തായാലും പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവും. അപ്പൊ എന്തായാലും വരേണ്ടി വരും. വരാൻ പറ്റാത്തവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് അറിയിക്കാം എങ്ങനെയാണെന്ന്. നമുക്കിനി ഈ പോർഷൻ കഴിഞ്ഞ ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൂടിയല്ലേ എടുക്കാനുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജി കഴിഞ്ഞാല്? അതെ. ഓക്കെ, അപ്പൊ നമ്മൾ റെലവൻസും കോൺട്രിബ്യൂഷൻസ് ഒക്കെ പറഞ്ഞു. എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിരുന്നോ? ആക്ടിവിറ്റി എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഇല്ല. കേൾക്കാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഓക്കെ, നമുക്കിനി മെത്തേഡ്സ് പോകാം. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലാസ്റ്റ് ഭാഗമാണത്, മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഏതൊക്കെ മെത്തേഡ്സുകളാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തില് ഉപയോഗിക്കുന്നത്? ഓക്കെ, education psychology deals with the study of human behavior in educational situation. The selection of a particular method depends upon nature of the problem to be studied, orientation and resourcefulness of the researcher, availability of the material subjects, time and financial resources. അതായത് മെത്തേഡ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ പറയുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻ. ഓക്കെ റെനി, ഓക്കെ ശരി. അതായത് വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലെ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പല ഡെഫിനേഷൻസിലൂടെ നമ്മളത് പഠിച്ചതാണ്. എന്താണ് ഡീല് ചെയ്യുന്നത്? ഹ്യൂമൻ ബിഹേവിയറിനെയാണ് അത് ഡീല് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ മെത്തേഡ്സിലേക്ക് വരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ മെത്തേഡ്സും സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മെത്തേഡ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന്, അതിന്റെ നേച്ചർ ഓഫ് ദ പ്രോബ്ലം. ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്.
അതെന്നുള്ള മെത്തേഡ് സ്വീകരിക്കുമ്പോൾ എന്ത് പ്രോബ്ലം ആണ്, അതിന്റെ നേച്ചർ എങ്ങനെയാണ്, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം. ഏത് മെത്തേഡ് ആണെങ്കിൽ കൂടി നമ്മളത് ആദ്യം അതിന്റെ സ്വഭാവം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു. ആ പ്രോബ്ലം എന്താണെന്നും അതിന്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുന്നു. പിന്നീട് എന്താണ് ഓറിയന്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ റിസർച്ചർ. ഓറിയന്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ റിസർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓറിയന്റേഷൻ പഠനമാണ് അല്ലെ. അതായത് ഏതിനെ കുറിച്ചാണോ ആള് ഗവേഷണം ചെയ്യുന്നത് അതിൽ അയാൾ എങ്ങനെയായിരിക്കണം? ഫുൾ റിസോഴ്സ്ഫുൾ, എല്ലാ റിസോഴ്സസും അയാളിൽ ഉണ്ടായിരുന്നു. ഒരു മെത്തേഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആള് റിസോഴ്സ്ഫുൾ ആയിരിക്കണം. എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കണം. ആരുടെ കയ്യില്? റിസർച്ചറിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ഗവേഷകന്റെ കയ്യിൽ എന്താണ്? എല്ലാ തരത്തിലുമുള്ള പഠന റിസോഴ്സസുകൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരിക്കണം ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് എന്താ പറയുന്നത്? അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ സബ്ജക്ട്സ്, ടൈം ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ്. അപ്പൊ ഇത് പറയുമ്പോൾ എന്താണ്? ഒരു റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുമ്മാ ഒരു റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല, അതിൻ്റെതായിട്ടുള്ള ചിലവുകളുണ്ട്, കോസ്റ്റ് ഉണ്ട് അല്ലെ. ഏത് സബ്ജക്ട് എടുക്കണം, ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, അതിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് എവിടെ നിന്ന് കണ്ടെത്താം. അപ്പൊ അതൊക്കെ ഏത് മെത്തേഡ് ആണെങ്കിൽ കൂടിയും എന്താണ് അത് ആവശ്യമായി വരുന്നത് തന്നെ. ചിലവ് എന്നുള്ളത് എന്താണ്? ഏറ്റവും ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റിസർച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനും സാധിക്കും. പ്രത്യേകിച്ച് ചില മെത്തേഡ്സുകൾ, സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സുകൾ അങ്ങനെ സ്ഥിരീകരിക്കണമെങ്കിൽ, അതിന്റെ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ എന്താണ്? ഒരുപാട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമായി വന്നേക്കാം. ഓക്കെ, അപ്പൊ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ മെത്തേഡ്സുകൾ സ്വീകരിക്കുന്ന സമയത്ത് ആദ്യം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, അതിന്റെ നേച്ചർ അല്ലെ, നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്. അതായത് ഏത് പ്രശ്നത്തെ കുറിച്ചാണോ പഠിക്കേണ്ടത് അതിന്റെ സ്വഭാവം എന്താണ്, ആ പ്രോബ്ലം എന്താണെന്ന് ആദ്യം പഠിക്കുന്നു. അതിനുശേഷം എന്താണ്? അതിനൊക്കെ റിസോഴ്സസ്, അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ ലഭ്യമാണോ എന്ന് ആ റിസർച്ചിന്റെ കയ്യിലെ വിഭവങ്ങൾ ലഭ്യമായിരിക്കണം. പിന്നെന്താണ്? അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ സബ്ജക്ട്സ്. മെറ്റീരിയൽ സബ്ജക്ട്സുകളും മെറ്റീരിയൽ വിഷയങ്ങളും അതിന് വേണ്ട സമയവും അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ റിസോഴ്സസും അവൈലബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളുടെ ഡിപ്പെൻഡൻസിയിലാണ് ഓരോ മെത്തേഡ്സും എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അത് മനസ്സിലായോ? 3 പോയിന്റ്സുകൾ. മനസ്സിലായി. ഇനി നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ആണ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ഏതൊക്കെ മെത്തേഡ്സ് ആണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 4 മെത്തേഡ്സ് ആണ്. ഒന്ന് ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി മെത്തേഡ്സ്, ഒബ്സർവേഷൻ മെത്തേഡ്, ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്, ദെൻ ഒരെണ്ണം കൂടി ഉണ്ട് സയന്റിഫിക് മെത്തേഡ് കേട്ടോ. അവിടെ ഒന്ന് എഴുതി ചേർക്കാം, സയന്റിഫിക് മെത്തേഡ് എന്ന് കൂടി ഉണ്ട്. സോറി, എക്സ്പീരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്, അതങ്ങനെ തന്നെ എഴുതണം കേട്ടോ. എക്സ്പീരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് എന്ന് ഇവിടെ കൂട്ടിച്ചേർക്കാം 5ാമത്തെ പോയിന്റ് ആയിട്ട്. സോറി, ഇ എന്നുള്ളതിൽ ABCDE ഏതാണ്? എക്സ്പീരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് എന്ന് അവിടെ എഴുതി ചേർക്കുക. യെസ്, എക്സ്പീരിമെന്റൽ എന്താ പറഞ്ഞ? ഇവിടെ താഴെ കിടപ്പുണ്ട് കണ്ടോ, എക്സ്പീരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് എന്ന് കണ്ടോ. These are the methods using in educational psychology. So, important method used in educational psychology. പ്രധാനമായിട്ടും കണക്കാക്കപ്പെടുന്ന മെത്തേഡ്സുകളാണ് ഇൻട്രോസെപ്ഷൻ, ക്ലിനിക്കൽ, ഒബ്സർവേഷൻ, ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ് ആൻഡ് എക്സ്പീരിമെന്റൽ മെത്തേഡ്. അപ്പൊ ഓരോന്നും നമുക്ക് ഓരോന്നായി പഠിക്കാം. ആദ്യം എന്താണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ്? ഇൻട്രോസെപ്ഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ഇൻട്രോസെപ്ഷൻ മെത്തേഡ്
ആത്മപരിശോധനാ രീതി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ഇല്ല മാം. ആത്മപരിശോധന എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചുള്ള ഒരു പഠനമായിരിക്കും? സെൽഫ് അനലൈസിങ്. സെൽഫ് റിലേറ്റഡ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. The term introception is composed of two words, intro and acception. അതായത് ഇൻട്രോസെപ്ഷൻ എന്ന വേർഡ് രണ്ട് വേർഡ്സ് ആയിട്ട് കമ്പോസ് ചെയ്തിട്ടാണ് അത് രൂപീകൃതമായത്. ആദ്യത്തെ വേർഡ് എന്താണ്? ഇൻട്രോ. ഇൻട്രോ ആൻഡ് സെക്കൻഡ് വേർഡ് അസെപ്ഷൻ. ഇൻട്രോ മീൻസ്, ഇൻട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവാർഡ്. ഇൻവാർഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ഇൻവാർഡ് എന്ന് വെച്ചാൽ എന്താ? ഉള്ളിലേക്ക് അല്ലെ? ഉള്ളിലേക്ക് എന്നുള്ള മീനിങ്. അസെപ്ഷൻ മീൻസ് ലുക്കിംഗ്, ഉള്ളിലേക്ക് നോക്കുന്നു. ആത്മപരിശോധന നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങള് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണെന്ന് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. Introspection means looking within oneself in order to examine one's own thoughts and feelings. ഒരാളിലേക്ക് നോക്കി അയാളുടെ ഉള്ളിലേക്ക് നോക്കി അയാളുടെ ഫീലിങ്സും അയാളുടെ ചിന്തകളൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു രീതിയാണ് എന്ത്? ഇൻട്രോസെപ്ഷൻ മെത്തേഡ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണം. The term introspection is composed of two words, intro and acception. Intro means inward and acception means looking. Introspection means looking within oneself in order to examine one's own thoughts and feelings. അതായത് ഒരാളുടെ സ്വന്തം ചിന്തകളും വികാരങ്ങളും പരിശോധിക്കുന്നതിനായി ഉള്ളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ നോക്കുക എന്നർത്ഥമാണ് ആത്മപരിശോധനാ രീതിയിൽ അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ മാനസിക പിരിമുറുക്കത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്താണ് മനസ്സിലുള്ള ഉണ്ടാവുന്ന ചിന്തകള് നമ്മൾ ഈ ഹിപ്നോട്ടിസ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഹിപ്നോട്ടിസം കേട്ടിട്ടുണ്ടോ? ഹിപ്നോട്ടിസ് ചെയ്യാൻ ഹിപ്നോട്ടിസത്തിന് വേണ്ടിയിട്ടാണ് സൈക്കോളജിസ്റ്റുകള്, സൈക്കാട്രിസ്റ്റുകൾ അല്ലെ? സൈക്കോളജിസ്റ്റ് അല്ല, സൈക്കാട്രിസ്റ്റുകള്. ഇതിനു വേണ്ടിയിട്ടാണ് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങള് അവരുടെ ബോധ മനസ്സിൽ നിന്നും എന്താണ് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ഘട്ടങ്ങളിലൂടെ അവരിലൂടെ ഒരുപാട് ചോദ്യങ്ങളിലൂടെ എന്താണ് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നത് അല്ലെ? അതാണ് എന്താ ഹിപ്നോട്ടിസ് ചെയ്യാന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് എന്ത്? ഒരാളുടെ തോട്ട്സും ഫീലിങ്സും എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മെത്തേഡാണെന്ന് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? അപ്പൊ ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഇൻട്രോസെപ്ഷൻ മീൻസ് അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഇൻട്രോസെപ്ഷൻ മീൻസ് ലുക്കിംഗ് വിത്തിൻ വൺസെൽഫ് ഇൻ ഓർഡർ ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതാണ് അതിന്റെ ആൻസർ വരുന്നത് അല്ലെ? ഇനി ഇൻട്രോസെപ്ഷൻ ഗീവ്സ് ആസ് ഡയറക്റ്റ് ആൻഡ് പ്രോംപ്റ്റ് നോളജ് ഓഫ് അവർ മെന്റൽ പ്രോസസ് without involving any extra cost for the material or apparatus. ഈ ഇൻട്രോസെപ്ഷൻ മെത്തേഡിന് എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ? ഇൻട്രോസെപ്ഷൻ മെത്തേഡ് ആത്മപരിശോധനാ രീതിക്ക് ഇല്ല. ഇല്ല, അതൊരു മെന്റൽ പ്രോസസ് ആണ് അല്ലെ? അത് ഒരാളുടെ ഉള്ളിലേക്ക് നോക്കിയാണ് ഫീലിങ്സ് തോട്ട്സ് ഒക്കെ എന്താണ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. അവിടെ വേറെ മെറ്റീരിയൽസിനോ എക്സ്ട്രാ കോസ്റ്റിനൊന്നും ആവശ്യമായിട്ട് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് വളരെ എന്താണ് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ്. വളരെയധികം കോസ്റ്റ് ആവശ്യമില്ലാത്ത, എക്സ്ട്രാ കോസ്റ്റ് ഒട്ടും തന്നെ ആവശ്യമില്ലാത്തൊരു രീതിയാണ് എന്ത്? ആത്മപരിശോധനാ രീതി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ മെത്തേഡ്. ഓക്കെ, ഇതാരാണ് കണ്ടുപിടിച്ചത്? ഇൻട്രോസെപ്ഷൻ മെത്തേഡിന്റെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് വില്യം വുണ്ടട്ട് ആണ് കേട്ടോ. വില്യം വുണ്ടട്ട്, നമ്മുടെ സൈക്കോളജിയുടെ ഫാദർ ആയ വില്യം വുണ്ടട്ട് തന്നെയാണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് കണ്ടുപിടിച്ചത്. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഫാദർ ഓഫ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് വില്യം വുണ്ടട്ട്, WILHELM, വില്യം, WILHELM, വില്യം വുണ്ടട്ട്, WUNDT, WUNDT, വില്യം
wounded. Okay. Note ചെയ്തോ? നിങ്ങൾ കേൾക്കുന്നില്ലേ? Yes, ma'am. നോട്ട് ചെയ്തു മാം. ഭയങ്കര കുറച്ച് ക്ലാസ്സുകളായി നിങ്ങൾ ഇപ്പൊ ഭയങ്കര മൂടിയാണ്. അല്ല മിസ്, അത് എഴുതി വെക്കണോണ്ട് നോട്ട് ഞങ്ങള് ചെയ്ത് സൈലന്റ് നോട്ട് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആ ഓക്കെ. ചെവി പോയി. സോറി മാം. നിശാന പോയിരുന്നില്ലേ? ഈ ട്രെയിനിങ്ങിന് പോയിരുന്നോ? ഞാൻ പോയിട്ട് എന്റെ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ 2 വട്ടം ഞാൻ പറഞ്ഞു. അന്ന് ക്ഷമിക്കേ. യെസ്. അടുത്ത ഇപ്പൊ ഇൻട്രോസെപ്ഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. എല്ലാവരും ഉണ്ടല്ലോ. യെസ്. ഇനി അടുത്ത മെത്തേഡ് ആണെന്ന് ഒബ്സർവേഷൻ മെത്തേഡ്. നിരീക്ഷണ രീതി അല്ലെ? ഒബ്സർവേഷൻ മെത്തേഡ് നമുക്കറിയാം. നിരീക്ഷണ രീതി ഒബ്സർവ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഒബ്സർവേഷൻ തന്നെ എന്താണ്, പല ടൈപ്സിലുണ്ട് അല്ലെ? ഏകദേശം ഒരു 4 ടൈപ്സ് ഓഫ് എന്താണ് ഒബ്സർവേഷൻ വരുന്നുണ്ട്. ഒബ്സർവേഷൻ മീൻസ് എന്താണ്? Observation means examination of something, especially for the purpose of collecting data. നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒബ്സർവ് ചെയ്ത് പരീക്ഷണം നടത്തുന്നത് എങ്ങനെയാണ്? നമ്മള് അവിടെ എന്തൊക്കെ നടക്കുന്നു നമ്മള് ചുറ്റുപാട് നോക്കുക അല്ലെ? അറൗണ്ട് കംപ്ലീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്തിനെങ്കിലും കുറിച്ചിട്ട്, ഇപ്പൊ ഒരു കുട്ടീനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അവന്റെ എല്ലാ പെരുമാറ്റങ്ങളും നമ്മൾ നോക്കും അല്ലെ? അവൻ ക്ലാസ്സിൽ വരുന്നതും ക്ലാസ്സിലുള്ള ബിഹേവിയർ എങ്ങനെയാണ്, അവൻ മറ്റു കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ടീച്ചേഴ്സിനോട് എങ്ങനെ സംസാരിക്കുന്നു, കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആ കുട്ടി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെ അവന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അങ്ങനെ ഒരാളെ മാത്രം നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഓൾ ക്ലാസ് ഒബ്സർവ് ചെയ്യുന്നു, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ 2 കുട്ടികള് അല്ലെങ്കിൽ ഒരു ഗ്യാങ്, അങ്ങനെ എന്ത് വേണമെങ്കിൽ ക്ലാസ് എൻവയോൺമെന്റ് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുക. അങ്ങനെ പല ടോപ്പിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിരീക്ഷണ രീതി ഉൾപ്പെടുത്താൻ സാധിക്കും അല്ലേ? ഓക്കെ. അവിടെ എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ ഒബ്സർവേഷൻ മെത്തേഡില്? ഇല്ല മേഡം. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമായിട്ടുള്ള ഒരു കോസ്റ്റ്, ചെറിയ രീതിയിലൊരു കോസ്റ്റ് എങ്കിലും വന്നേക്കും. അത് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ 4 ടൈപ്സ് ഉണ്ട്. ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോട്ട് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ഒബ്സർവേഷൻ ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ഓക്കെ, നമുക്ക് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. ആ പേരിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോ പങ്കാളിത്ത നിരീക്ഷണം. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കോ ഞാൻ പറയുന്നത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്താണ്? എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഹെഡിങ് കൊടുക്കുക. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന് ഹെഡിങ് കൊടുക്കുക. എന്താ എഴുതേണ്ടത്? എ മെത്തേഡ് ഓഫ് എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. A method of data collection where the researcher, where W-H-E-R-E, where the researcher participants in the activity being B-E-I-N-G, being in the activity being studied, in the activity being studied, S-T-U-D-I-E-D, studied. ഒന്നുകൂടി പറയാം. മെത്തേഡ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് പറയുന്നത്.
in method of data collection where the researcher participants in the activity being studied. Okay, note ചെയ്തോ? എഴുതി. Yes, ma'am. Yes. എന്താണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത് വായിച്ചു നോക്കിയിട്ട്? എന്താണ്? എല്ലാ ആക്ടിവിറ്റിയിലും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള റിസർച്ച് അല്ലേ മാം? പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നിരീക്ഷണം അല്ലെ? ഒരു ആക്ടിവിറ്റിയില് പങ്കെടുത്തുകൊണ്ട് അല്ലെ? ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ നിരീക്ഷിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ക്ലാസ് റൂമിലാണെങ്കിൽ ക്ലാസ് റൂമിൽ നമ്മൾ നിന്നുകൊണ്ട് അല്ലെ? ക്ലാസ് റൂമിൽ ചെന്ന് നമ്മൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ അതിനുശേഷമാണ് നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? Clear ആണ് മാം. ക്ലിയർ മാം. ഇനി അടുത്തത് എന്താണ്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്തായിരിക്കും? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ പങ്കെടുക്കാതെയുള്ള ഡാറ്റ കളക്ഷൻ, പങ്കെടുക്കാതെയുള്ള ഒരു നിരീക്ഷണ രീതി. അപ്പൊ അത് നോട്ട് ചെയ്യുക. എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, a method of data collection where the researcher, ആദ്യം എഴുതിയ പോലെ തന്നെ കേട്ടോ. A method of data collection where the researcher a method of data collection where the researcher observes 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 S and the top observes participants without participating. Observe participants without participating. A method of data collection where the researcher observe participants without participating. നമ്മളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് നമ്മളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ എന്താണ് ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ് എന്ത്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ടാകാം, പക്ഷെ നമ്മളത് എന്താണ് പുറമേ നിന്ന് നോക്കി കാണുകയാണ് അല്ലെ? അവിടെ ചെയ്യുന്നില്ല, നമ്മളെ പുറമേ നിന്ന് നോക്കി കാണുകയാണ്. ആ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ പങ്കെടുക്കാതെ തന്നെ അത് ഒബ്സർവ് ചെയ്യുന്നു. അതിന്റെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്ന രീതിയാണ് എന്ത്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? കൺട്രോൾഡ് ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്തായിരിക്കാം? എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. നോക്കിക്കോളൂ, എഴുതിക്കോളൂ. എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. A method of data collection where the researcher observes participants in a controlled environment. Participants in a controlled environment. In a controlled environment. അതായത് ഈ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെയധികം നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒന്നാണ് അല്ലെ? അതായത് എന്താണ്? നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? കൺട്രോൾഡ് അല്ല അല്ലെ? കൺട്രോൾഡ് ആണ്. സോറി, അൺകൺട്രോൾഡിലാണ് അത് വരുന്നത്, മാറിപ്പോയതാണേ. അപ്പൊ എന്താണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ? നിയന്ത്രിതമായിട്ടുള്ള ഒരു ചുറ്റുപാടില് ഒരു ഗവേഷകൻ റിസർച്ച് ചെയ്യുന്നു അല്ലെ? ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണിത് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഒരു
പാർട്ടിസിപ്പൻസ് കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ എന്താണ് നിരീക്ഷണം നടത്തുന്ന രീതിയാണ് എന്ത് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്തായിരിക്കാം? അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ നിയന്ത്രണത്തിലല്ലാതിരിക്കുന്ന ഒബ്സർവേഷൻ. ഓക്കെ, നോട്ട് ചെയ്യാം data collection where the researcher, a method of data collection where the researcher, a method of data collection where the researcher observes participants in a natural setting, in a natural setting without manipulating, manipulating variables, variables, variables. ഒന്നുകൂടെ വായിക്കാം. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ് വായിക്കുന്നത്. A method of data collection where the researcher observes participants in a natural settings without manipulating variables. എന്താണ് നോൺ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? അതായത് ഒരു പ്രത്യേക പ്ലാനിങ് ഇല്ലാതെ, ഒരു ആസൂത്രണം ഇല്ലാതെ സ്വാഭാവികമായിട്ടൊരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു നിരീക്ഷണമാണ് എന്ത് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നു അല്ലെ, സ്വാഭാവികമായിട്ട് പ്രത്യേക കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പ്രത്യേക നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അടിസ്ഥാനങ്ങളോ ഫൗണ്ടേഷനോ ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ഒബ്സർവ് രീതിയാണത് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. അതായത് നമ്മുടെ ദൈനംദിനത്തിൽ നടക്കുന്ന സാഹചര്യങ്ങള്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അതിനൊന്നും നമ്മൾക്കൊരു നിയന്ത്രണമില്ല. നമ്മൾ ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടല്ല നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ. അവിടെ കൺട്രോൾ ഇല്ല, നിയന്ത്രണമില്ലാതെ നടക്കുന്ന ഒരു ഒബ്സർവേഷൻ രീതിയാണ് എന്ത് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ 4 ഒബ്സർവേഷൻ രീതികളാണ് നമ്മൾ പഠിച്ചത്. എന്താണ് പറഞ്ഞത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, പിന്നീട് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, controlled കൺട്രോൾഡ് ഒബ്സർവേഷൻ, Uncontrolled observation. ഓക്കെ, ക്ലിയർ. ഇനി ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. അടുത്ത മെത്തേഡ് ആണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ഓക്കെ, കേട്ടിട്ടുണ്ടോ ഈ മെത്തേഡിനെ കുറിച്ച്? ക്ലിനിക്കൽ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോ, കേസ് എന്നൊക്കെ പറയുമ്പോ എന്താണ്? കേസ്. ഓക്കെ, നോക്കാം. Yes, the clinical method is used for studying the behavioral problem of a maladjusted or abnormal individual. Clinical method എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? Used for study the behavioral problem of a maladjusted individual. ഒരു വ്യക്തിനെ കേന്ദ്രീകരിച്ച്, ഒരു കുട്ടിയാണ് നമ്മൾ കേസ് സ്റ്റഡിക്ക് ഉപയോഗിക്കുന്നത്. ഒരാളെ കുറിച്ചിട്ടുള്ള പഠനമാണ് അല്ലെ. ആളുടെ എന്തെങ്കിലും തരത്തിലുള്ള ബിഹേവിയർ പ്രോബ്ലംസ്, മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ മാലഡ്ജസ്റ്റഡോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കാണിക്കുന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് കേസ് നടത്തുന്ന ഒരു സ്റ്റഡി മെത്തേഡ് ആണെന്ത് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പൂർണ്ണമായും നടക്കുന്നത് എന്താണ്? ആദ്യം ഒബ്സർവേഷനിലൂടെയാണ് ഡാറ്റ കളക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൾ ഒബ്സർവ് ചെയ്തതിനു ശേഷമാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ,
In this term, case is used to denote an individual facing problems that could be solved only on the basis of detailed study. അതായത് ഒരു കുട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നങ്ങളാണ് അല്ലെ. അയാൾ എന്തെല്ലാം ആ ഒരു കുട്ടി എന്തൊക്കെ പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നു, അതിന്റെ ബേസിക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണെന്ന് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. A child who is socially malnourished. ഇപ്പൊ എക്സാമ്പിൾ പോലെ പറയാണ് എന്താണ്, അപ്പൊ എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നുള്ളത്. ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാവും ഒരു കുട്ടി ഒരു വേറെ രീതിയിലോ ഒരു ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാതെയോ അല്ലെങ്കിൽ മാറി നിൽക്കുന്നതോ ടീച്ചേഴ്സിനോട് സംസാരിക്കാത്തതോ മറ്റു കുട്ടികളോട് സംസാരിക്കാത്തതോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ആ കുട്ടിയിലുണ്ടെന്ന്. അപ്പൊ എന്താണ്, നമ്മൾ ആളെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യും. അതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്. പ്രത്യേകം അതായത് ഇവിടെ പറയുന്നത് a child who is socially malnourished or emotionally destroyed, experiencing difficulty in the school subject is a clinical case. അപ്പൊ നമ്മളൊരു ക്ലിനിക്കൽ കേസ് ആയിട്ട് എടുക്കുന്നത് എന്തിനെയാണ്, ഇപ്പൊ ഒരു കുട്ടി സോഷ്യലി ആള് മാലഡ്ജസ്റ്റഡ് ആണ്, സമൂഹത്തിൽ ആള് എന്താണ് പുറത്തുനിന്ന് ആള് അഡ്ജസ്റ്റബിൾ അല്ല, അതുപോലെ തന്നെ എന്താണ് വൈകാരികമായിട്ടും ആളെന്താണ് ദുർബലനാണ് അല്ലെ. വൈകാരികമായിട്ട് ആള് തളരുന്ന ഒരു എന്താണ് ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിയാണ്. അപ്പൊ അതൊരു ഡിഫിക്കൽട്ട് ആണ് അല്ലെ. സ്കൂൾ പ്രത്യേകിച്ച് പഠന കാര്യങ്ങളിലൊക്കെ അതൊക്കെ പുറകോട്ട് പോകാനുള്ള ഒരു എന്താണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന കേസസിനെ നമ്മൾ എന്ത് പറയുന്നത്, ക്ലിനിക്കൽ കേസസ് ആയിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ. ഇത്തരത്തിൽ എന്തെങ്കിലും ഇമോഷണൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അബ്നോർമാലിറ്റീസ് കാണിക്കുന്ന സമയത്ത് നമ്മള് ക്ലിനിക്കൽ കേസ് ആയിട്ട് എടുത്തുകൊണ്ട് ആ കുട്ടിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു പഠനം നടത്തും. അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അവരുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. ഓക്കെ. യെസ്. A clinical study is an in-depth study of the case. അപ്പൊ കേസ് സ്റ്റഡി മെത്തഡും ക്ലിനിക്കൽ സ്റ്റഡി മെത്തഡും എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു ആഴത്തിലുള്ള പഠനമാണ്, ഇൻ-ഡെപ്ത് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് ഇൻ-ഡെപ്ത് സ്റ്റഡി ഓഫ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഇൻ-ഡെപ്ത് സ്റ്റഡി ഓഫ് എ ഇൻഡിവിജ്വൽ അല്ലെ. Clinical study is an in-depth study of the case in all details, its details. Hence, clinical methods are also known as കേസ് സ്റ്റഡി ഓർ കേസ് ഹിസ്റ്ററി മെത്തേഡ്. അപ്പൊ ക്ലിനിക്കൽ സ്റ്റഡീസിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, കേസ് സ്റ്റഡി എന്നും അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നും രണ്ട് പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് ചോദിക്കാൻ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, മാറിപ്പോകരുത് ഒരിക്കലും. ഓക്കെ. അപ്പം ക്ലിനിക്കൽ സ്റ്റഡീനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. എന്താണ് കേസ് സ്റ്റഡി മെത്തേഡ് ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ഇത്ര ഞാൻ പറഞ്ഞില്ലേ. മിസ്, എനിക്കൊരു അനുഭവം പറയാനുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്. മിസ്റ്റർന്നാണോ പേര്? അതെ അതെ. പറയൂ. എന്റെ ഒരു കസിന്റെ കുട്ടിയുടെ 6 വയസ്സുണ്ട് കുട്ടിക്ക്. അപ്പം ഇത്രയും നാളും ഒരു അവരുടെ തറവാട്ട് വീട്ടിലായിരുന്നു താമസിച്ച് അവിടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ. ഇപ്പം പെരുമ്പാവൂർക്ക് വീട് മാറിയിട്ട് അവിടുത്തെ ഒരു സ്കൂളിൽ കൊണ്ട് കുട്ടീനെ ചേർത്തു. അപ്പൊ അവിടെ ചേർത്തപ്പോ നമ്മൾ ആദ്യം വിചാരിച്ച് കൊച്ചിന് ഭയങ്കര കരച്ചില്. അപ്പൊ വിചാരിക്കുന്ന സ്കൂൾ മാറിയതിന്റെ ആയിരിക്കും, പുതിയ കുട്ടികള് പുതിയ ടീച്ചർമാര്, അപ്പൊ അവർ അഡ്ജസ്റ്റ് ആയി വരാൻ ഇത്തിരി താമസം എടുക്കൂലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ 2-3 മാസം കൊച്ചിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ അവർക്ക് വീട്ടിൽ വന്നിപ്പം ഒത്തിരി കൊച്ചു ഓടിപ്പോയി കട്ടന്റെ മറവിൽ ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അവരെ ഉപദ്രവിക്കുക. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദ്രവം കഴിഞ്ഞ് പിടിച്ചു പോവുക, അങ്ങനെയൊന്നും അല്ല. പഠിക്കല് അവിടെ അടുത്ത് ആരാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് ഉപദ്രവിക്കും. അപ്പൊ അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ നമ്മ പോയിട്ട് തിരിച്ചു വരുമ്പോ ടീച്ചർമാർ ഓർക്കണേ എന്താ വിചാരിച്ചേ, അവര് പോയി കഴിയുമ്പോ കുറച്ച് അഡ്ജസ്റ്റ് ആവും കുട്ടി എന്ന് വിചാരിച്ചു. അപ്പൊ കുറെ നേരം കഴിയുമ്പോ കരച്ചിലങ്ങ് മാറും. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് പിന്നെയും കരച്ചിൽ തുടങ്ങും. അപ്പൊ ഇങ്ങനെ 2 മാസം ആയപ്പം ഇപ്പൊ ടീച്ചർമാർ പറഞ്ഞേക്കണ കുട്ടിയുടെ ക്ലിനിക്കൽ ഡോക്ടറെ എടുത്ത് കാണിക്കണം, ക്ലിനിക്കൽ സ്റ്റഡി ചെയ്യണം എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു പറഞ്ഞേക്കുന്നു. ഇപ്പൊ എന്താണ് കേസ് സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാല് എന്തിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്? ഒരു കുട്ടി നേരിടുന്ന പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കി സ്റ്റഡി ചെയ്യുന്ന മെത്തേഡാണ് കേസ് സ്റ്റഡി ഓർ ക്ലിനിക്കൽ സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ് മാം.
ഇനി അടുത്ത മെത്തേഡ് എന്താണ്? എക്സ്പീരിമെന്റൽ മെത്തേഡ്. എക്സ്പീരിമെന്റൽ മെത്തേഡ്. എക്സ്പീരിമെന്റൽ മെത്തേഡിലാണ് ഇവിടെ എന്ത് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞോടെ ഫിനാൻഷ്യൽ അല്ലെ, ഫിനാൻഷ്യൽ റിസോഴ്സസ് അവൈലബിൾ ആയിട്ട് വരേണ്ട ഒരു മെത്തേഡാണ് എക്സ്പീരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് അല്ലെ. ശാസ്ത്രീയമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആവുന്ന സമയത്ത് എന്താണ് ഫിനാൻഷ്യലി ചിലവ് വരുന്ന ഒരു മെത്തേഡാണ് എക്സ്പീരിമെന്റ് ചെയ്യാമെന്നുള്ളത് അല്ലെ. പരീക്ഷണ രീതി അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതി എന്നൊക്കെ പല പേരുകൾ അറിയപ്പെടും. ഒരാൾക്ക് വായിക്കാവോ എക്സ്പീരിയൽ മെത്തേഡ് എന്താണെന്ന്? Method is treated to be the most science and objective method for studying behavior. Hence, the investigator attempts to study the case and effect relationship concerning human behavior. Cause and effect. Cause and effect. Cause and effect relationship concerning human behavior by doing experiments that are objective observation under firmly controlled conditions. The main factor in this method is controlling conditions on variables. There are three types of variables: independent variable, depending variable, and intervening or controlled variable indicates for the case and depends cause and depend variable for the effect of that cause. The other factors that influence cause and effect relationship are called intervening variables. Okay. Yes. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്താ എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് എക്സ്പീരിമെന്റൽ മെത്തേഡ്? എക്സ്പീരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പരീക്ഷിച്ച് അതിന്റെ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നു അല്ലെ. ആ പരീക്ഷണത്തിലൂടെയാണ് പല സ്റ്റെപ്പുകളോടെ കടന്നുപോയി അതിലേക്ക് ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാം. പക്ഷെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാതിരിക്കുകയും ചെയ്യാം അല്ലെ. റിസൾട്ട് കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടോ? നമുക്ക് നിർബന്ധമുണ്ടെങ്കിലും കിട്ടണമെന്നില്ല അല്ലെ. ഒരു പരീക്ഷണം അത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിലേക്കുള്ള ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. പല തവണ അത് പരാജയപ്പെട്ടേക്കാം, പലതവണ ചിലപ്പോൾ സക്സസ് ആയേക്കാം. ഒന്ന് രണ്ടും അല്ലാത്ത രീതിയിലും അത് പൂർണ്ണമായിട്ട് ഇടയ്ക്ക് വെച്ചെന്താണ് ഇല്ലാതാകുകയും ചെയ്യാം. അപ്പൊ പരീക്ഷണങ്ങൾ നമുക്ക് ഒരിക്കലും എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റബിൾ അല്ല പരീക്ഷണങ്ങൾ. ഓക്കെ, പരീക്ഷിച്ച് നോക്കാമെന്നും എക്സ്പീരിമെന്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതില് പൂർണ്ണമായ റിസൾട്ടിലേക്ക് എത്തിച്ചേരണമെന്നില്ല. പക്ഷെ സക്സസ്ഫുൾ ആയിട്ട് നിറവേറ്റുന്ന ഒരുപാട് എക്സ്പീരിമെന്റ്സുകളും പല സൈക്കോളജിസ്റ്റുകളും മറ്റ് റിസർച്ചേഴ്സും അത് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, experimental method is treated to be more science and objective method for studying behavior. അപ്പോൾ ഒരാളുടെ ബിഹേവിയറെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്താണ് എക്സ്പീരിയൻ മെത്തേഡ് അത് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും. സയന്റിഫിക് ആയിട്ടുള്ള കുറെ സ്റ്റെപ്സുകളുടെ അല്ലെങ്കിൽ മെത്തേഡ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരാളുടെ ബിഹേവിയറിനെ പറ്റി പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഓക്കെ, hence investigator attempts to study the cause and effect relationship concerning human behavior by doing experiments that are objective observations under firmly controlled conditions. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഒരു റിസർച്ചർ ഒരാളുടെ പഠനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ആദ്യം സ്റ്റഡി ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. എന്താണ് കോസ് ആൻഡ് ഇഫക്ട് എന്ന് പറയുന്നത്? കോസ് ആൻഡ് ഇഫക്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കാര്യകാരണങ്ങളെ കുറിച്ചിട്ട് അല്ലെ, കാര്യകാരണങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നതിനുള്ള ഒരു രീതി അല്ലെ, അതാണ്. അതായത് ഇപ്പൊ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ബിഹേവിയറിൽ നിന്നുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്. അപ്പൊ അത് ഒരു പരീക്ഷണത്തിലൂടെ മാത്രമായിരിക്കും അത് എന്താണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അത് എങ്ങനെയുള്ള കണ്ടീഷൻസിലായിരിക്കും ഒരാളെ കുറിച്ച് ഒബ്സർവ് ചെയ്യുന്നത്? അത് കൺട്രോൾഡ് കണ്ടീഷൻസിലായിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ച കൺട്രോൾഡ് ഒബ്സർവേഷൻ പോലെ അല്ലെ, നിയന്ത്രിതമായിട്ടുള്ള സാഹചര്യത്തിലായിരിക്കും ഒരാളെ കുറിച്ചിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച്, അയാളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നടത്താനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയുള്ള കണ്ടീഷൻസിൽ? അണ്ടർ ഫേംലി കൺട്രോൾഡ് കണ്ടീഷൻസ്, നിയന്ത്രിതമായ സാഹചര്യത്തിലായിരിക്കും ഒരാളുടെ
പ്രത്യേകിച്ച് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾഡ് കണ്ടീഷൻസിലായിരിക്കും പരീക്ഷണങ്ങൾ നടത്തപ്പെടുന്നത്. ഓക്കെ. The main factor in this method is controlling conditions on variables. അതായത് എന്താണ് വേരിയബിൾ എന്ന് പറയുന്നത്? ഒരു പരീക്ഷണത്തിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വേരിയബിൾസ് ആണെന്നാണ് പറയുന്നത്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ എന്താണെന്ന് അറിയാം. ഡിഫറെന്റ് ആയിട്ടുള്ളതല്ലേ വേരിയബിൾ ആണെന്ന് പറയുന്നത്? വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് ഡിഫറെന്റ് എന്നല്ലേ? മീനിങ് ഡിഫറെന്റോ? വേരിയബിൾ സാധാരണ പറയാ വെറൈറ്റി ആയിട്ടുള്ളത് അങ്ങനെ പറയാം. എന്തായിരിക്കും? ഒരാളെ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ 3 കാര്യങ്ങൾ 3 ടൈപ്സ് ഓഫ് വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതെന്താണ് വേരിയബിൾ എന്ന് മനസ്സിലാവും. ഓക്കെ. There are 3 types of variables. എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതായത് ആളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന വേരിയബിൾസുകൾ, ഏറ്റക്കുറച്ചിലുകൾ. യെസ്, വെരി ഗുഡ്. പിന്നെ ഡിപ്പെൻഡിങ് വേരിയബിൾ, ഡിപ്പെൻഡ് അയാളുടെ ബിഹേവിയർ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നു, എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലാവും എവിടെയാണ് ആൾ ഡിപ്പെൻഡബിൾ ആവുന്നത്. ഇന്റർവെനിങ് ഓർ കൺട്രോൾഡ് വേരിയബിൾസ്, അയാളുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫീലിങ്സുകളോ അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ്. ഈ 3 കാരണങ്ങളുടെ അടിസ്ഥാനം 3 ടൈപ്സ് നോക്കിയിട്ടാണ് ഒരാളുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആളുടെ എക്സ്പീരിമെന്റ് ബിഹേവിയർ എക്സ്പീരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ആളുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് നോക്കുന്നു, ഡിപ്പെൻഡിങ് വേരിയബിൾസ് നോക്കുന്നു, ദെൻ ഇന്റർവെനിങ് ഓർ കൺട്രോൾ വേരിയബിൾസ്. ഈ 3 കാര്യങ്ങളാണ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് തിരഞ്ഞെടുക്കുന്നത്. ഈ 3 വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരീക്ഷണം പൂർത്തീകരിക്കുന്നത്. ഓക്കെ. ദെൻ ഈ 3 വേരിയബിൾസിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അയാളുടെ ബിഹേവിയറിൽ എന്തൊക്കെ കാരണങ്ങൾ, കോസ് ആൻഡ് എഫക്റ്റ് മനസ്സിലാക്കാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റർക്ക് സാധിക്കുന്നത്. ഓക്കെ. ഒരാളെ നമ്മൾക്ക് നേരെ പോയി ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും ഒരാളുടെ ബിഹേവിയറിനെ കുറിച്ച്? ഇല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ചില കടമ്പകളുണ്ട്, സ്റ്റെപ്സുകളുണ്ട്, മെത്തേഡ്സുകൾ സ്വീകരിച്ച് ആളെ പൂർണ്ണമായും ഒബ്സർവ് ചെയ്തതിന് ശേഷമായിരിക്കും ആ എക്സ്പെരിമെന്റൽ മെത്തേഡ് സക്സസ് ആവുന്നത്. Okay. Then the other factors that influence cause and effect relationships are called intervening variables. അപ്പോൾ ഒരാളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ആ ഒരു റിലേഷൻഷിപ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർവെനിങ് വേരിയബിൾസ് ആണ്. അതായത് അയാളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. അതായത് ബിഹേവിയറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്, അല്ലെ, മാറ്റങ്ങളാണ്. ഒരാളുടെ സ്വഭാവം ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. അതില് വ്യത്യാസങ്ങൾ വരാം, വ്യതിയാനങ്ങൾ വരാം, അല്ലെ. അപ്പൊ ഒരാളുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്ന ഒരു അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്ന ഇന്റർവെനിങ് വേരിയബിൾസ് ആണ്, അഥവാ വ്യതിയാനങ്ങളാണ്. പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഒരാളെ ഏറ്റവും കൂടുതൽ അയാളുടെ ആ റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നതിന്, ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് കണ്ടെത്തുന്നതിന് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. യെസ്, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്, എങ്കിലും ഞാനതൊന്ന് ചെറുതാക്കി തരാം. നിങ്ങളൊന്ന് നോട്ട് ചെയ്യാവോ എക്സ്പീരിയൽ മെത്തേഡ് എന്താണെന്ന്? അത് ഞാൻ പറഞ്ഞു തന്നത് മാത്രം നിങ്ങൾ ഒന്ന് പൈലായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ. ഒരു ഡെഫിനിഷൻ പോലെ ഒന്ന് പറഞ്ഞു തരാം, അത് പഠിക്കാമോ? ഓക്കെ മാം. ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാൻ, കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സിമ്പിൾ ആക്കി തരാം, നോട്ട് ചെയ്യാം കേട്ടോ. The experiment or research method, the experiment or research method, the experiment or research method in psychology, in psychology in psychology is a scientific method. 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 In psychology is a scientific method.
is a scientific method. നിങ്ങൾ അവരെ നോട്ട് ചെയ്യാട്ടോ, സ്റ്റോപ്പ് ചെയ്തോളൂ റൈറ്റിംഗ്. സ്റ്റോപ്പ് റൈറ്റിംഗ്. കുറച്ച് പറയാനുണ്ട്, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ചെറിയൊരു എമർജൻസി ഉണ്ട്. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? സൈൻ ഔട്ട് ചെയ്യാം മിസ്സേ. ചെയ്യുന്നില്ല. എന്തെങ്കിലും വേണം ചെയ്തോളൂ. ചെയ്യാം. Education is the most powerful weapon which you can use to change the world. Thank you, ma'am. Okay, thank you. Let's try for Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.